അമൃത സുരേഷിനോടൊപ്പമാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം തൻ്റെ സഹോദരിക്ക് ഒരു അബദ്ധം പറ്റി, സാമ്പത്തിക തട്ടിപ്പിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ ഒരാൾ അവളെ ചൂഷണം ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് സമയം കൊടുത്ത് നേരെയാകാൻ തന്നെയുള്ള സമയമെല്ലാം എടുത്ത് അവളോടൊപ്പം നിന്ന് ഇപ്പോഴിതാ അവളുമായി ഒത്ത് ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പാപ്പുവും അമൃതയും അഭിരാമിയും അമ്മയും ഒരുമിച്ചിതാ ഒരു ട്രിപ്പ്. 4 സ്ത്രീകളുള്ള വീടായതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് എപ്പോഴും പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയുണ്ടാകും. അധികം ആരും വേണ്ട, 4 പെണ്ണുങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് തെളിയിച്ചവരാണ് അവർ. പല പ്രായത്തിൽ, പല രീതിയിൽ, പല ജീവിതത്തിൽ പലത് അനുഭവിച്ചവർ. ചെറിയ പാപ്പു പോലും ജീവിതത്തിൽ അനുഭവിച്ചത് ഒരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ആ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കണമെന്നത്. ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതും. ഇപ്പോഴിതാ എല്ലാവരും അമൃതയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അമൃത നല്ലൊരു അമ്മയാണ് എന്ന് പാപ്പുവിനെ വളർത്തുന്നതിലൂടെ, നല്ലൊരു സഹോദരിയാണ് എന്ന് അഭിരാമിയെ ഇപ്പോൾ കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇത്തരത്തിൽ മനസ്സിലാക്കിപ്പിച്ച് തരികയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കുന്നത്. ആരാധകരുടെ ഭീതി അല്ലെങ്കിൽ ആരാധകരുടെ പേടി ഈ 4 സ്ത്രീകളെ ഇനി ആരും മാനസികമായി ഉപദ്രവിക്കരുത് എന്ന് തന്നെയാണ്. ആവശ്യത്തിനധികം ഇവരെല്ലാവരും പലതിനും അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനെ നഷ്ടപ്പെട്ട 2 പെൺകുട്ടികളാണ്. അവർക്ക് ഇനി ആ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെയും പാപ്പുവിനെയും ഭംഗിയായി നോക്കണമെന്ന് തന്നെയാണ് അമൃതയും അഭിരാമിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഭിരാമി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കുറച്ച് നാളുകളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതെന്താണെന്ന് പലരും എന്നോട് തിരക്കി. ഇതാണ് കാര്യമെന്ന് ഞാൻ പറയണമല്ലോ. എനിക്കത് എടുത്തു പറഞ്ഞേ മതിയാകൂ. എന്നെ ഒരാൾ സാമ്പത്തികമായി തന്നെ ചൂഷണം ചെയ്തു. എന്നോടൊപ്പം എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകാനെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നു. അവസാനം കൃത്യസമയത്തിന് കാലുവാരി. കൃത്യസമയത്തിന് അയാളെ കാണാതായി. ഇതിനപ്പുറം ഞാൻ എന്താണ് പറയേണ്ടത്? എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. അത്രമാത്രം കാര്യമാണ് എനിക്ക് സംസാരിക്കാനും ഉള്ളത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്കത് വളരെയധികം മനസ്സിലാവുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം തന്നെ മനസ്സിലാകുന്നു എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് നന്നായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി ലഭിക്കുന്ന ഒരു കുടുംബമായി തന്നെ അമൃതയുടെയും അഭിരാമിയുടെയും കുടുംബം മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കാനും പറയാനുമെല്ലാം. അഭിരാമിയും അമൃതയും വളരെയധികം സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട്. അഭിരാമിക്കും അമൃതയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. അമൃതയും അഭിരാമിയും ഇനിയും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകർ പറയുന്നതിനോടൊപ്പം പാപ്പുവിനെ കുറിച്ചും പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.